ഒരുപാട് ഫീച്ചേഴ്സ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന ഒരു മോഡലും കൂടിയാണ് ഈ ഒരു ഗ്രാൻഡ് വിറ്റര. അത് മാത്രമല്ല പവർ വിൻഡോ കൺട്രോൾസ്, ബേസ് മോഡ് മുതൽ പവർ വിൻഡോ കൺട്രോൾസ് വരുന്നുണ്ട്. ലോക്ക് അൺലോക്ക്, വിൻഡോ ലോക്ക്. എത്ര രൂപയ്ക്ക് വണ്ടി കൊടുക്കാൻ പറ്റും? ഇപ്പോൾ 10,70,000 രൂപയ്ക്ക് കൊടുക്കാം. ഒരു വണ്ടി കൊടുക്കാൻ പറ്റില്ലേ? ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC ആണ് ഈ ഒരു ബേസ് മോഡൽ മുതലേ വന്നുള്ളത്. അതൊരു പ്ലസ് പോയിന്റ് നമുക്ക് എടുത്തു പറയാൻ സാധിക്കും. മാരുതി സുസുക്കി ഈ ഒരു മോഡലിൽ 2 തരം കാറ്റഗറിയിലാണ് അവർ വാഹനം അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് നെക്സ കാറ്റഗറി, അതുപോലെ ഇൻഡസ് കാറ്റഗറി. നെക്സ കാറ്റഗറിയെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു പ്രീമിയം കാറ്റഗറിയാണ്. ഇന്നത്തെ ഇവിടെ എൻ്റെ കൂടെ ഉള്ളത് പ്രീമിയം കാറ്റഗറി ഉൾപ്പെടുന്ന ഒരു SUV ആണ്. ഗ്രാൻഡ് വിറ്റാര. ഒരു ഗ്രാൻഡ് വിറ്റാര ബേസ് വേരിയൻ്റ് ആണ്, അതായത് സിഗ്മ എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ് എൻ്റെ കൂടെ ഉള്ളത്. ഒരുപാട് ഫീച്ചേഴ്സ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന ഒരു മോഡലും കൂടിയാണ് ഈ ഒരു ഗ്രാൻഡ് വിറ്റാര. അത് മാത്രമല്ല ഈ ഒരു വീഡിയോയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൈസിങ് ആണ്. അത്യാവശ്യം നല്ലൊരു ഓഫർ പ്രൈസിലാണ് ഈ ഒരു വാഹനം ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ എന്തൊക്കെ ഫീച്ചേഴ്സ്, എത്ര ഇതിൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസ് നോക്കിയിട്ട് വരാം. എല്ലാവർക്കും നമ്മൾ പുതിയ കൃത്യമായ സ്വാഗതം. വീഡിയോയുടെ എൻഡിൽ നമ്മൾ ഇതിൻ്റെ എല്ലാ പ്രൈസും ഓഫേഴ്സും ഈ വാഹനത്തിൽ റിവീൽ ചെയ്യുന്നതാണ്. അപ്പോൾ ലെറ്റ്സ് ഗോ ടു ദ ഫുൾ റിവ്യൂ. സോ ഗായ്സ്, ഇതാണ് നമ്മൾ പറഞ്ഞ ഗ്രാൻഡ് വിറ്റാര സിഗ്മ എന്ന വേരിയൻറ്റ്. സിഗ്മ മീൻസ് ഇതൊരു ബേസ് വേരിയൻ്റ് ആണ്. ഈ ഒരു ബേസിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. സ്റ്റാൻഡേർഡായിട്ട് വരുന്ന ഒരു മോഡലാണ് ഈ ഒരു ബേസ് വേരിയൻറ്റ്. കുറച്ച് കാലം ബാക്കിലോട്ട് പോവുകയാണെങ്കിൽ ആരും എടുക്കാത്തൊരു വേരിയൻ്റ് ആയിരുന്നു പക്ഷേ ഒരു സിഗ്മ അല്ലെങ്കിൽ ഒരു LXi വേരിയൻറ്റ്. കാരണം ഇപ്പോൾ വാല്യൂ ഫോർ മണി കാറ്റഗറി ഉൾപ്പെടുത്തുന്ന മോഡലും കൂടിയാണ് ഒരു ബേസ് വേരിയൻറ്റ്. ഒറ്റനോട്ടിൽ കണ്ടതൊരു ബേസ് വേരിയൻ്റ് നമുക്ക് തോന്നിപ്പോവും. ആ രീതിയിലാണ് ഇപ്പോഴത്തെ ഒരു ഡിസൈനും അതുപോലെ ഫീച്ചേഴ്സ് വന്നുള്ളത്. ഇന്നേവരെ കാണാത്ത ബേസ് മോഡൽ ഒരുപാട് ഫീച്ചേഴ്സുമായി വന്നൊരു ബ്രാൻഡാണ് സുസുക്കി ഗ്രാൻഡ് വിറ്റാര എന്നൊരു മോഡലിൽ. സോ സ്ട്രൈറ്റ് വേ അതിൻ്റെ ഫ്രണ്ട് പ്രൊഫൈൽ വെച്ച് കണ്ടു തുടങ്ങാം. അപ്പോൾ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു ഫ്രണ്ട് പ്രൊഫൈൽ വന്നുള്ളത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആ ഒരു DRL പോർഷനാണ്. നെക്സ ഡോട്ട് എന്ന് പറയുന്നത് 3 ഡോട്ട്സ് ആയിട്ട് ഒരു DRL ഈ ഒരു ഗ്രാൻഡ് വിറ്റാരിൽ വന്നിട്ടുള്ളത്. 10 ഇൻഡിക്കേറ്റേഴ്സും DRL ഇവിടെയാണ് പ്രവർത്തിക്കുന്നത്. ഒരു ഡുവൽ ഫംഗ്ഷനോടുള്ളൊരു പോർഷനാണ് ഒരു ഡാറ്റ ഇനാമും അതുപോലെ തന്നെ ഒരു 10 ഇൻഡിക്കേറ്റേഴ്സ്. നേരെ താഴെ ഹെഡ് ലാമ്പ് യൂണിറ്റ് കൊടുത്തിട്ട് പ്രൊജക്ടർ ഹാലജ് ലാംപ്സാണ് ഈ ഒരു വാഹനത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത്. നേരെ സെൻട്രൽ പോർഷൻ പോവുകയാണെങ്കിൽ സുസുക്കി വലിയൊരു ലോഗോയിൽ വന്നൊരു ഗ്രിൽ യൂണിറ്റാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ക്രോം പ്ലേറ്റിങ്ങും അത്യാവശ്യം നല്ലൊരു അട്രാക്റ്റീവ് ഫീൽ ലഭിക്കുന്ന രീതിയിലാണ് ആ ഒരു ക്രോം പ്ലേറ്റിംഗ് വന്നുള്ളത്. നേരെ താഴെ മെഷ് കൊടുത്തിട്ടുണ്ട്. അതൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് മെഷ് കാര്യങ്ങളെ ഡിസൈൻ ചെയ്തത്. ടോയ് ഹുക്കിൻ്റെ പോർഷൻ കാണാൻ സാധിക്കും. താഴത്തെ ബമ്പർ ഒരു ഡുവൽ ടൺ ബമ്പറിലാണ് കൊടുത്തുള്ള ഒരു ഗൺ മെറ്റാലിക് ഫിനിഷും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഓവറോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ട് പ്രൊഫൈൽ വന്നത്. ബോണറ്റും അല്ലെങ്കിൽ ഹുഡ് എന്ന് പറയുന്നത് ഒരു ക്യാരക്ടർ ഡിസൈനോട് വന്നൊരു ഹുഡാണ് ഈ ഒരു ഗ്രാൻഡ് വിറ്റാറിൽ വന്നിട്ടുള്ളത്. പിന്നെ ആൽഫ എന്ന ടോപ്പ് എൻ്റെ മുകളിൽ പോകുന്ന സമയത്ത് നമുക്ക് 360 ക്യാമറ വരും. അതിന് സപ്പോർട്ടർ ഇവിടെ കൊടുക്കുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ആക്സറീസ് ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു ഫ്രണ്ട് പ്രൊഫൈൽ വന്നിട്ടുള്ളത്. ഞാൻ ഉള്ള സൈഡ് പ്രൊഫൈലിനെ കുറിച്ച് പറയുന്ന സമയത്ത് അപ്പോൾ ഇതാണ് ഓവറോൾ ഇതിനൊരു സൈഡ് പ്രൊഫൈൽ വരുന്നത്. സൈഡിൽ മെയിൻ ഹൈലൈറ്റ് പറയാനുള്ളത് ആ ഒരു വീൽസിനെ കുറിച്ചാണ്. ഒരു 17 ഇഞ്ച് സ്റ്റീൽ വീൽസാണ് ഒരു വാഹനത്തിൽ കൊടുത്തത്. 4 വീൽ ഡിസ്ക് ബ്രേക്കാണ്. ഒരു 5 സ്പോക്ക് വന്നത്. വീൽ കപ്പ് ആക്സറീസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇൻബിൽഡ് ആക്സറീസ് വരുന്നതാണ്. അതുപോലെ വീൽ RCS കൊടുത്തിട്ടുണ്ട്. നമുക്ക് സൈഡിലും ക്യാരറ്റ് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഒരു ക്യൂട്ടായിട്ടുള്ള ക്യാരറ്റ് ലൈൻസാണ് ഈ ഒരു ഗ്രാൻഡ് വിറ്റാരയിൽ വന്നിട്ടുള്ളത്. എനിക്ക് ഏത് കൂടുതൽ ഇഷ്ടപ്പെടുത്തിയിട്ട് ഒരു സൈഡ് പ്രൊഫൈലാണ്. ഒരു SUV കരുത്ത് നമുക്ക് ലഭിക്കും ഈ ഒരു സൈഡ് പ്രൊഫൈൽ കാണുന്ന സമയത്ത്. സൈഡ് വ്യൂ മിറർ കൊടുത്തിട്ടുണ്ട്. അതിൽ ഇൻഡിക്കേറ്റേഴ്സും കാണാൻ സാധിക്കും. ക്യാമറ കൊണ്ട് ആക്സസ് നമുക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ബേസ് മോഡൽ മുതലേ നമുക്ക് പുഷ്പട്ട സ്റ്റാർട്ട് ലഭിക്കുന്നുണ്ട്. പുഷ്പട്ട സ്റ്റാർട്ട് ബേസ് മോഡൽ നമുക്ക് ലഭിക്കുന്നതാണ്. അതിന് കീലെസ് എൻട്രി കാണാൻ സാധിക്കും. പിന്നെ ഒരു ഡോർ ഹാൻഡിൽ നമുക്കൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് വന്നിട്ടുണ്ട്. അത് നമുക്ക് ഷോറൂമിൽ തന്നെ നമുക്ക് പെയിൻറ്റ് ജോബ് ചെയ്യാൻ സാധിക്കും. ബോഡി കാർഡ് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടേക്ക് ഒരു മാറ്റ് ബ്ലാക്കിലാണ് ഈ ഒരു ബീഡിങ് കൊടുത്തുള്ളത്. ശരിക്കും അതൊരു ഷോർട്ട് ലൈന് ക്രോമിൽ കൊടുത്തതിന് കുറച്ചും കൂടി അട്രാക്റ്റീവ് ഫീൽ ലഭിക്കും. ഫ്രണ്ടിൽ കണ്ട സെയിം ഡോർ ഹാൻഡിൽ ബാക്കിലും കൊടുത്തത്. ബാക്കിലും നമുക്കൊരു മാറ്റ് ബ്ലാക്കിലാണ് കൊടുത്തത്. അത് നമുക്ക് ഷോറൂമിൽ നിന്ന് കൺവേർട്ട് ചെയ്താൽ കുറച്ചും കൂടി ഭംഗി തോന്നിക്കും. ഒരു ബേസ് മോഡൽ ഫീൽ നമുക്ക് ലഭിക്കില്ല കാണുമ്പോൾ തന്നെ. ഇവിടെയും നമുക്കൊരു ഗൺ മെറ്റാലിക് പോർഷൻ കാണാൻ സാധിക്കും. ഫ്രണ്ടിൽ പറഞ്ഞ സെയിം വീലാണ് ബാക്കിലും കൊടുത്തത്. 17 ഇഞ്ച് 4 വീൽ ഡിസ്ക് ബ്രേക്കാണ്. ബാക്കിൽ സ്റ്റീൽ വീൽസ് 4-5 സ്പോക്ക്. അപ്പോൾ ഇതാണ് ഓവറോൾ ഇതിനൊരു ബാക്ക് പ്രൊഫൈൽ വരുന്നത്. ബാക്കിൽ മെയിൻ ഹൈലൈറ്റ് പറയാനുള്ളത് ആ ഒരു ടൈലാംസിനെ കുറിച്ചാണ്. ഒരു സ്പ്ലിറ്റഡ് ടൈലാംസ് പ്ലസ് കണക്റ്റഡ് ടൈലാംസും കൂടിയാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തത്. അതിൽ നെക്സാണിൻ്റെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ടൈലാംസ് കണക്ട് ടൈലാംസ് കാണാൻ സാധിക്കും. അതിൽ സ്മാർട്ട് ഹൈബ്രിഡിൻ്റെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. 10 ഇൻഡിക്കേറ്റേഴ്സ് റിഫ്ലക്ഷൻ യൂണിറ്റ് ഈ ഒരു പോർഷനിലാണ് വന്നിട്ടുണ്ട്. പിന്നെ വലുതാക്കിയിട്ട് വാഹനത്തിൻ്റെ പേര് ഗ്രാൻഡ് വിറ്റാര എന്നൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു പാറ്റേണും കുറച്ചും കൂടി ഡിഫറെൻറ്റ് പാറ്റേൺസാണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. സുസുക്കിയുടെ വലിയ ലോഗോ കാണാൻ സാധിക്കും. ഹൈമോൺ സ്റ്റോപ്പ് ലാമ്പ്
ഷാർഫിൻ ആൻറ്റിന ഡിഫോക്ക് ലൈൻസും അവിടെ കൊടുത്തിട്ടുണ്ട്. ബൂട്ട് സ്പേസിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു 373 ലിറ്റേഴ്സിൻ്റെ ബൂട്ട് കപ്പാസിറ്റിയാണ് ഈ ഒരു ഗ്രാൻഡ് വിറ്റേറിയയിൽ വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല മാസീവ് സൈസിലാണ് ഈ ഒരു ബൂട്ട് കപ്പാസിറ്റി വന്നുള്ളത്. അതുപോലെ 60/40 സ്പ്ലിറ്റഡ് സീറ്റും കൂടിയാണ് ഇതിനൊരു സെക്കൻഡ് റോയിൽ വന്നുള്ളത്. പിന്നെ വീൽ കപ്പ് ആക്സറീസ് എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ വീൽ കപ്പാണ് നമുക്ക് വരുന്നത്. കാരണം അതുപോലെ സുസുക്കിയുടെ ലോഗോ കാണാൻ സാധിക്കും. ഒരു ഗൺ മെറ്റാലിക് ഫിനിഷിലാണ് ഒരു വീൽ കപ്പ് കളേഴ്സ് വന്നിട്ടുള്ളത്. ഇവിടെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്, ഇവിടെയും കുറച്ച് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. മാപ്പ് ലാമ്പ് മിസ്സിംഗ് ആണ്, നമുക്ക് ആക്സസ് ആയിട്ട് ചെയ്യണം. മാപ്പ് ലാമ്പ് താഴെ സ്റ്റോറേജ് സ്പേസ് ടൂൾ കിറ്റൊക്കെ താഴെയാണ് കൊടുത്തിട്ടുള്ളത്. ഇത്രയൊക്കെ ഇതിൻ്റെ ബൂട്ട് സ്പേസിനെ കുറിച്ച് പറയാനുള്ളത്. മാനുവൽ ക്ലോസ് ചെയ്യുന്ന ടെയിൽ ഗേറ്റാണ് ഒരു ഗ്രാൻഡ് വിറ്റാറയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ എക്സ്റ്റീരിയർ ഏതൊക്കെ പോർഷൻസ് ഇഷ്ടപ്പെട്ടു ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് പറയാം. ഓവറോൾ ഇതാണ് ഇതിനൊരു എക്സ്റ്റീരിയർ വരുന്നത്. നമുക്ക് ഇൻറ്റീരിയർ ജസ്റ്റ് കണ്ടു നോക്കാം. ഇനി ഇൻറ്റീരിയറെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരുപാട് കളർ ടോൺ ഒരു ഇൻറ്റീരിയറാണ് ഒരു ഭാഗത്തിൽ കൊടുത്തത്. നമുക്ക് ബ്ലാക്ക് ഫിനിഷ് കാണാൻ സാധിക്കും, കോഫി ബ്രൗൺ ഫിനിഷ് കാണാൻ സാധിക്കും, അതിലൊരു ബീച്ച് കളറും കാണാനായിട്ട് സാധിക്കും. ഇതാണ് ഇതിനൊരു ഡോർ പാഡ് വന്നത്. ഡോർ പാഡിലും ഒരുപാട് കളർ തീം കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക്, ഗൺ മെറ്റാലിക്, ബ്ലാക്ക് ആൻഡ് കോഫി ബ്രൗൺ, അല്ലെങ്കിൽ ചോക്ലേറ്റ് ബ്രൗൺ എന്നും പറയാനായിട്ട് സാധിക്കും. അതുപോലെ ഡോർ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്, ലോക്ക് ആൻഡ് ലോക്കും. ഇതൊരു ബ്ലാക്ക് ഫിനിഷ് ആയി കൊടുത്ത കാരണം എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ക്രോമിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലും കാണാനും ഭംഗി ഒരു യൂസ്ഫുള്ളും ഈ ഒരു ബ്ലാക്ക് തീമാണ്. പവർ വിൻഡോ കൺട്രോൾസ് ബേസ് മോഡൽ മുതൽ സ്റ്റാൻഡേർഡ് ഫീച്ചറാണ് ഈ ഒരു പവർ വിൻഡോ കൺട്രോൾസ്. ബേസ് മോഡ് മുതൽ പവർ വിൻഡോ കൺട്രോൾസ് വരുന്നുണ്ട്. ലോക്ക് ആൻഡ് ലോക്ക്, വിൻഡോ ലോക്ക് ബട്ടൺ, മിറർ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. ഫോൾഡിംഗ് ഇല്ല, മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അല്ല നമുക്കൊരു സ്റ്റോറേജ് സ്പേസും സ്പീക്കർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. വാട്ടർ ബോട്ടിൽ ഹോൾഡർ, സീറ്റ് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യുന്ന സീറ്റ്സാണ് ഈ ഒരു ഗ്രാൻഡ് വിറ്റാറിയയുടെ ബേസ് മോഡലിൽ വന്നിട്ടുള്ളത്. ഇനി നമ്മൾ ഇൻറ്റീരിയറിനെ കുറിച്ച് പറയുന്ന സമയത്ത് ശരിക്കും ഒരു ഫുൾ ഓപ്ഷൻ എങ്ങനെയാണോ അതേ രീതിയിലാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു ബേസ് മോഡിൻ്റെ ഫീൽ ലഭിക്കുന്നത് ഒന്ന് ഈ ഒരു സ്റ്റിയറിംഗ് വീലിലെ കൺട്രോൾസ് ഇല്ലാത്തൊരു പാനലും അതുപോലെ തന്നെ ഈ ഒരു ഇൻഫോർടൈം സിസ്റ്റത്തിൻ്റെ ഈ ഒരു പാനൽ നമുക്ക് ബേസ് മോഡിലൊരു ഫീൽ ലഭിക്കുന്നുണ്ട്. ബാക്കി കംപ്ലീറ്റ്ലി ഫുൾ ഓപ്ഷൻ എങ്ങനെയാണോ അതേ രീതിയിലാണ് ഇതും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ ക്ലസ്റ്റർ യൂണിറ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് 2 അനലോഗ് മീറ്റേഴ്സ് കാണാൻ സാധിക്കും. ചെറിയൊരു ഡിസ്പ്ലേയും കാണാൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ധാരാളം ഇൻഫർമേഷൻ അറിയും. അതുപോലെ ഈ ഒരു നോബ് വെച്ചിട്ടാണ് ഇപ്പോഴും ട്രഡീഷണൽ ചെയ്യുന്നത്. അത് കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു നോബ് വെച്ചിട്ടാണ്. അത് ഇപ്പുറത്തൊരു നോബ് ഉണ്ട്, നമുക്ക് ട്രിപ്പ് AB കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുള്ളതാണ് ഈ ഒരു നോബ് കൊടുത്തുള്ളത്. അത് സ്പീഡോമീറ്റേഴ്സ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ RPM മീറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഹീറ്റ് ലെവൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഫ്യൂൽ ഗേജും നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. ഈ ഒരു നോബ് തിരിച്ച് നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ട്. സെറ്റിങ്സ് ഒക്കെ നമുക്ക് ഈ ഒരു നോബിലാണ് പ്രസ് ചെയ്താൽ നമുക്ക് സെറ്റിങ്സ് ഓപ്പൺ ആയി വരുന്നത്. ലോങ് പ്രസ് ചെയ്താൽ നമുക്ക് സെറ്റിങ്സ് ഓപ്പൺ വരും. അതിൽ ധാരാളം മോഡ്സുകളുണ്ട്. നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് അതിൽ തന്നെ അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് വീല് നോർമൽ സ്റ്റിയറിംഗ് വീല് കൊടുത്തുള്ളൂ. അതിൽ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ വന്നിട്ടില്ല. നമുക്ക് ആക്സറീസ് ആയിട്ട് നമുക്ക് സ്റ്റിയറിംഗ് വീലും മാറ്റാൻ സാധിക്കും. നമുക്ക് നോബ്സ് വെക്കാൻ സാധിക്കും. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് ഫുൾ ഓപ്ഷൻ്റെ സെയിം സ്റ്റിയറിംഗ് വീലും നമുക്ക് ആക്സറീസ് ആയിട്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഹെഡ് ലാമ്പ് കൺട്രോൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വൈപ്പ് കൺട്രോൾസ് ഇവിടെയാണ് കൊടുത്തുള്ളത്. അതുപോലെ തന്നെ ഒരു സ്റ്റാൻഡേർഡ് ഫീച്ചറാണ് പുഷ് ബട്ടൺ സ്റ്റാർട്ട്. അത് ബേസ് മോഡൽ മുതൽ പുഷ് ബട്ടൺ സ്റ്റാർട്ട് ലഭിക്കുന്നുണ്ട്. അതൊരു പ്ലസ് പോയിന്റ് നമുക്ക് എടുത്തു പറയാൻ സാധിക്കും ഒരു സുസുക്കിനെ കുറിച്ച് പറയുന്ന സമയത്ത്. അതുപോലെ സ്റ്റിയറിംഗ് വീല് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും, ടിൽറ്റ് ചെയ്യാൻ സാധിക്കും. സ്റ്റിയറിംഗ് വീലാണ് ഒരു ഗ്രാൻഡ് വിറ്റാര ബേസ് മോഡലിൽ വന്നിട്ടുണ്ട്. ഇൻഫോടൈം സിസ്റ്റം നമുക്ക് ആക്സസറീസ് ആയിട്ട് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഷോറൂമിൽ നിന്ന് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ പുറത്തുനിന്ന് നമുക്ക് ചെയ്യാൻ സാധിക്കും. നമുക്ക് 360 ഡിഗ്രി ക്യാമറ, ഇൻബിൽഡ് വരുന്ന ക്യാമറാസ് വരെ അല്ലെങ്കിൽ ഒരു ഇൻഫോടൈം സിസ്റ്റം വരെ നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു മാർക്കറ്റിൽ. അങ്ങനെ താഴെ AC വെൻറ്റിൽ കൊടുത്തിട്ടുണ്ട്, ആസാർ ലാമ്പിൻ്റെ ബട്ടൺ. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് AC ആണ്, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC ആണ് ഈ ഒരു ബേസ് മോഡൽ മുതലേ വന്നുള്ളത്. അതൊരു പ്ലസ് പോയിന്റ് നമുക്ക് എടുത്ത് പറയാൻ സാധിക്കും ഈ ഒരു ഗ്രാൻഡ് വിറ്റാനെ കുറിച്ച് പറയുന്ന സമയത്ത്. അത് ട്രാഷ് കൺട്രോൾ ഓഫ് ചെയ്യാനുള്ള ബട്ടൺ കൊടുത്തിട്ടുണ്ട്, ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു ഡമ്മി ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ എന്തെങ്കിലും എക്സ്ട്രാ ലൈറ്റ് കാരണം ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ എക്സ്ട്രാ 360 ക്യാമറ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വിഷ്വൽ വേണമെന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബട്ടണും ഇവിടെ കൊടുക്കാൻ സാധിക്കും. അതൊക്കെ ഒരു പ്ലസ് പോയിന്റ് നമുക്ക് എടുത്ത് പറയാൻ സാധിക്കും. അതിൽ 2 വോൾട്ട് ചാർജിങ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഡമ്മി കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു, ഞാൻ മനസ്സിലാക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഫുൾ ഓപ്ഷൻ പോകുന്ന സമയത്ത് നമുക്കൊരു ചാർജിങ് സോക്കറ്റ് ലഭിക്കും. അതിൻ്റെ ഒരു empty പോർഷനാണ് ഇവിടെ കൊടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ താഴെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ടോപ്പ് എൻഡ് പോകുന്ന സമയത്ത് നമുക്ക് വയർലെസ് ചാർജിങ് പാഡ് ലഭിക്കുന്നതാണ് ഈ ഒരു ഗ്രാൻഡ് വിറ്റയിൽ. അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൽ മെയിൻ ഹൈലൈറ്റ് ഗിയർ ബോക്സ്, ഒരു 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ഉണ്ട്. അതുപോലെ 5 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും ഒരു വാഹനം അവൈലബിൾ ആണ്. പിന്നെ കീലെസ് എൻട്രി ഉള്ള കാരണം നോർമൽ കീ കൊടുത്തുള്ളത്. ലോക്ക് അൺലോക്കും ബേസിക് കീ ആണ്. ഇതിനകത്ത് നമുക്ക് മാനുവൽ കീയും ലഭിക്കുന്നുണ്ട്.
മാനുവൽ കീ നമുക്ക് ലഭിക്കും. അത് വെക്കാൻ ചെറിയൊരു ഹോൾഡറും കൊടുത്തിട്ടുണ്ട്. 2 കപ്പ് ഹോൾഡേഴ്സ് കാണാൻ സാധിക്കും. അതുപോലെ മാനുവൽ ഹാൻഡ് ബ്രേക്ക്, അതും അത്യാവശ്യം വലിയൊരു ബൾജ് ചെയ്ത് നിൽക്കുന്ന മാനുവൽ ഹാൻഡ് ബ്രേക്കാണ് കൊടുത്തുള്ളത്. ഹാൻഡ് റെസ്റ്റ്, സ്ലൈഡിങ് ഹാൻഡ് റെസ്റ്റ് കൊടുത്തുള്ളത്. സ്റ്റോറേജ് സ്പേസും അതിൽ വന്നിട്ടുണ്ട്. നേരെ സെൻറ്റർ കൺസോൾ നോക്കുകയാണെങ്കിൽ, അതായത് റൂഫ് ഭാഗം നോക്കുകയാണെങ്കിൽ മാനുവൽ ഡിം ചെയ്യുന്ന റിയർ മിറേഴ്സ് ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. റേഡിംഗ് ലാംപ്സ് കാണാൻ സാധിക്കും. സൺറൈസ് ചെറു പോക്കറ്റ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. പാസഞ്ചറിൽ നോർമൽ ഹോൾഡർ തന്നെ കൊടുത്തിട്ടുള്ളത്. മിറേഴ്സും കാര്യങ്ങളും വന്നിട്ടില്ല. അതുപോലെ തന്നെ ഈ ഒരു എലമെൻറ്റും നമുക്കൊരു പ്രീമിയം ടച്ച് ലഭിക്കുന്ന രീതിയിലാണ് ഈ ഒരു എലമെൻറ്റും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഗ്ലൗ ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഇതും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ഉള്ള ഗ്ലൗ ബോക്സ് ആണ് ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു കളർ തീമൊക്കെ അത്യാവശ്യം നല്ലൊരു പ്രീമിയം ടച്ച് ലഭിക്കുന്ന രീതിയിലാണ് ഈ ഒരു 3 ടോൺ കളേഴ്സ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഗഡ് മെറ്റാലിക് ഫിനിഷും അത്യാവശ്യം നല്ലൊരു പ്രീമിയം ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു ഇന്ത്യയിൽ നിങ്ങൾക്ക് ഏത് ഭാഗം ഇഷ്ടപ്പെടും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാം. ഫീച്ചേഴ്സ് ആണെങ്കിലും ഈ ഒരു ലുക്കിലാണെങ്കിലും ഏതാണ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കാം. ഇനി സെക്കൻഡ് റോനെ കുറിച്ച് പറയുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നിയത് ഈ ഒരു സ്പേസും അതുപോലെ ഈ ഒരു സീറ്റിംഗ് കൂടിയാണ്. ഈ ഒരു തൈ സപ്പോർട്ട് അത്യാവശ്യം നല്ല എക്സ്റ്റെൻഡ് ആയി കാരണം നല്ലൊരു കംഫർട്ടിൽ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ എൻ്റെ കണ്ടോ, ഇന്ത്യ ഒരു ഡ്രൈവിംഗ് പൊസിഷൻ പറഞ്ഞിട്ട് ഇത്രയും ഗ്യാപ്പിൽ ഡ്രൈവിംഗ് പൊസിഷൻ ഉണ്ട്, എന്നിട്ടും ഇത്രയും സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട് ഈ ഒരു സെക്കൻഡ് റോയിൽ. അതുപോലെ കാലിലെ ഈ ഒരു പോർഷൻ കണ്ടു, തൈ സപ്പോർട്ടും ഇതും കുറച്ച് എക്സ്റ്റെൻഡ് ആയിട്ടാണ് നിൽക്കുന്നത്. ഒരു 3 പേർക്ക് നല്ല കംഫർട്ടിൽ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും ഈ ഒരു സെക്കൻഡ് റോയിൽ ഇരിക്കുമ്പോൾ തന്നെ. നമ്മൾ ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് AC വെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസും നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഫുൾ ഓപ്ഷൻ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ആൽഫ എന്ന വേരിയൻ്റ് എടുക്കുമ്പോൾ നമുക്ക് സൺ റൂഫ് ലഭിക്കുന്നുണ്ട്. ഒരു പാനോറമിക് സൺ റൂഫ് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു റീഡിംഗ് ലാംപ്സ് നമുക്ക് ഇവിടെ ഈ ഒരു പോർഷനിൽ സൈഡ് പ്രൊഫൈലിൽ കൊടുത്തിട്ടുള്ളത്. അതും സൺ റൂഫുള്ള സമയത്ത് നമുക്ക് ഇവിടെ ആയിരിക്കും മാപ്പിൽ റീഡിംഗ് മാപ്പ് എന്നാണ് ഈ ഒരു ലൈറ്റിനെ വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. 2 കപ്പ് ഹോൾഡേഴ്സും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഹാൻഡ് റെസ്റ്റ് ഉള്ള കാരണം നമുക്കൊരു 3 പേർക്ക് ഇരിക്കാൻ സാധിക്കില്ല. ഈ ഒരു ഹാൻഡ് റെസ്റ്റ് വെച്ച് നമുക്ക് ലോങ് ഡ്രൈവിൽ ബാക്കിൽ 2 പേർക്ക് ഇരുന്നിട്ട് അത്യാവശ്യം നല്ല ലോങ് ഡ്രൈവിൽ പോകാൻ സാധിക്കും. നല്ല കംഫർട്ട് നമുക്ക് ലഭിക്കും. പിന്നെ ഈ ഒരു ബ്രാൻഡിങ്ങിനെ കുറിച്ച് പറയുന്ന സമയത്ത് കംഫർട്ട്, ഫ്യൂൽ എഫിഷ്യൻസി, മെയിൻ്റെനൻസ്, ഈ ഒരു 3 കാരണം, അതുപോലെ ഒരു ബ്രാൻഡ് വാല്യൂ കൂടി 4 കാരണം വെച്ചിട്ട് ഈ ഒരു വാഹനം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ ഒരു ബ്രാൻഡ്. കാരണം നമ്മളെ വീട്ടിൽ ഫസ്റ്റ് വന്നു പോയ ഒരു വണ്ടി ഒരു പക്ഷേ ഒരു സുസുക്കിയുടെ വണ്ടിയായിരിക്കും, അത് ഏതുമായിരിക്കും. അപ്പോൾ എൻ്റെ വീട്ടിൽ യൂസ് ചെയ്യുന്നത് സുസുക്കിയാണ്. എന്നിട്ടും ഒരു യൂസർ നിലക്ക് പറയുകയാണെങ്കിൽ ഈ ഒരു ബ്രാൻഡ് വാല്യൂ ശരിക്കും ഒരു ഭീകരനാണ്. കാരണം ആരായാലും ഇഷ്ടപ്പെടുന്ന ഒരു ബ്രാൻഡാണ് സുസുക്കി. അപ്പോൾ ഇതിൻ്റെ എൻജിൻ സ്പെക്ക് ജസ്റ്റ് കണ്ടിട്ട് വരാം. ഇനി നമ്മൾ എഞ്ചിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു 1.5 ലിറ്റർ എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തുള്ളത്. 4 സിലിണ്ടർ, ഏകദേശം 102 bhp പവറും 139 ന്യൂട്ടൺ മീറ്റർ ടോർക്കും ഈ ഒരു വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സ്മാർട്ട് ഹൈബ്രിഡ് ടെക്നോളജിയാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ടോപ്പ് എൻഡ് പോകുന്ന സമയത്ത് ഫുള്ളി ഹൈബ്രിഡ് ടെക്നോളജി വരുന്നുണ്ട്. അതിൽ ഏകദേശം 28 കിലോമീറ്റർ മൈലേജും കമ്പനി ക്ലെയിം ചെയ്യുന്നുണ്ട്. ഈ ഒരു സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ മൈലേജ് ലഭിക്കുന്ന ഒരു മോഡലാണ് ഗ്രാൻഡ് വിറ്റാര ഈ ഒരു മോഡൽ. അപ്പോൾ വണ്ടിയുടെ പ്രൈസ് പറയാൻ നമ്മൾ കൂടെ ഉള്ളത് പുഷ്പേട്ടനാണ്. നമ്മളെ മാരുതി സുസുക്കി തിരൂർ നെക്സ കാറ്റഗറിയിൽ വരുന്ന സെക്യൂരിറ്റി ഓഫീസറാണ്. പുഷ്പേട്ട, നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി കൊടുക്കാൻ പറ്റും? ഇപ്പോൾ 10,76,000 രൂപയ്ക്ക് കൊടുക്കാം. ഒരു വണ്ടി കൊടുക്കാൻ പറ്റില്ലേ? അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അവരെ കോൺടാക്ട് ചെയ്യുക. അടുത്ത ഇവിടെ ചെറിയൊരു ബ്രേക്ക്. അതുപോലെ തന്നെ ഈ ഒരു ഗ്രാൻഡ് വിറ്റയുടെ ബേസ് മോഡലിൻ്റെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാം. എന്തൊക്കെ ഫീച്ചേഴ്സ് ഇഷ്ടപ്പെട്ടു, അതുപോലെ തന്നെ ഈ ഒരു വേരിയന്റിൽ എന്തൊക്കെ ഇഷ്ടപ്പെട്ടു ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ ചെറിയൊരു ബ്രേക്ക്. ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക.